Okay. Attention. Stand at ease. Good morning. അപ്പോൾ എല്ലാവർക്കും നിങ്ങളെ കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ നേരത്തെ മോർണിംഗ് ഫീച്ചേഴ്സിൽ ഉണ്ടായിരുന്ന 2022 ബാച്ചിൽ എഴുത്ത് പരീക്ഷ പാസ്സായി ഇവരിവിടെ ഫിസിക്കലിന് വന്നതായിരുന്നു. 20ഓളം ആളുകളാണ് നമുക്ക് ഫിസിക്കലായിട്ട് ഇവിടെ വന്നിരുന്നത്. അപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്നായിരുന്നു ഇവരുടെ പാസ് ഔട്ട് പരേഡ്. KP 4th വെച്ച് മാങ്ങോട്ടൂരിലെ KP 4th വെച്ച് പാസ് ഔട്ട് ആയിരുന്നു. പാസ് ഔട്ടിന് ഇവർ നല്ല രീതിയിൽ പെർഫോം ചെയ്തു. മാത്രമല്ല എത്ര ബറ്റാലിയനാണ് അവിടെ 2 ബറ്റാലിയനാണ് അവിടെ പാസിംഗ് ഔട്ട് നടത്തിയത്. അതിൽ പരേഡ് കമാൻഡറായിട്ട് വന്നത് നമ്മുടെ ഇവിടുന്ന് പോയ അഖിലായിരുന്നു. അത് നമുക്ക് അഭിമാനിക്കാം. മാത്രമല്ല അയാൾ ഓൾറൗണ്ടർ ആവുകയും ചെയ്തു. ഈ 2 ബറ്റാലിയൻ ആൾക്കാർ പങ്കെടുത്തതിൽ ഓൾറൗണ്ട് ആയിട്ട് മാറുകയും ചെയ്തു. അഖില് നമ്മുടെ ഇവിടെ ട്രെയിനിങ് കഴിഞ്ഞ് വന്ന അഖില്. അപ്പോൾ അതുപോലെ തന്നെ ബാക്കി 19 പേരും വീട്ടിൽ നാട്ടിലെത്തുന്നുണ്ട്. ചില ആൾക്കാർ എത്തുന്നേ ഉള്ളൂ. അവർ വന്നു കഴിഞ്ഞ് നിങ്ങളെ കാണാൻ വരും. അപ്പോൾ നിങ്ങളുടെ 4 ചേട്ടന്മാർ നിങ്ങളെ കാണാൻ വന്നതാണ്. അവർ നിങ്ങളെ ട്രെയിനിങ്ങിനെ പറ്റിയിട്ട് ഇവിടുത്തെ ട്രെയിനിങ്ങിനെ പറ്റിയും അവർക്കുണ്ടായ അനുഭവങ്ങളെ കുറിച്ചൊക്കെ നിങ്ങളോട് സംസാരിക്കും. എല്ലാവർക്കും സംസാരിക്കാൻ സമയമില്ല. ഒരാൾ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. നമസ്കാരം, എൻ്റെ പേര് അമൽ എന്നാണ്. കണിച്ചാറാട് വീട്. ഞാനിവിടെ PSCൻ്റെ കോൺസ്റ്റബിളിലേക്കുള്ള എഴുത്ത് പരീക്ഷ കഴിഞ്ഞിട്ട് വന്നപ്പോൾ ഫിസിക്കൽ ട്രെയിനിങ്ങിന് വേണ്ടി ഇവിടെ വന്നതാണ്. മോർണിംഗ് ഫൈറ്റേഴ്സ് അക്കാദമിൻ്റെ ട്രെയിനിങ് എനിക്ക് ഫിസിക്കൽ പാസ്സാകാൻ ഒരുപാട് സഹായിച്ചു. ഇവിടെ വന്നപ്പോൾ ഏകദേശം പറയുക വെച്ചാൽ ഒറ്റ ഐറ്റം പോലും മര്യാദയ്ക്ക് പാസ്സാകാൻ എന്നെ കൊണ്ട് പറ്റില്ലായിരുന്നു. സാറിൻ്റെ കൃത്യമായ ട്രെയിനിങ്ങും പിന്നെ നിർദ്ദേശങ്ങളും അനുസരിച്ചുകൊണ്ട് മാത്രമാണ് എനിക്ക് ഫിസിക്കൽ പരീക്ഷ എളുപ്പം പാസ്സാകാൻ പറ്റിയത്. അതുപോലെ തന്നെ ഇവിടുത്തെ ട്രെയിനിങ് കൊണ്ട് കിട്ടിയ വേറെ ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് ട്രെയിനിങ് അത്യാവശ്യം വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ ചെയ്യുവാൻ പറ്റി. എനിക്ക് വളരെ സഹായിച്ചു. എല്ലാവരും നന്നായി ശ്രമിക്കുക, നല്ല ജോലിയിലെത്താൻ നോക്കുക. ഏകദേശം നമ്മൾ 20 ആൾക്കാർ ഇവിടെ സെലക്ഷൻ കിട്ടി പോയിട്ടുണ്ടായിരുന്നു, ജോലി പ്രവേശനമായിരുന്നു. എല്ലാവരും തന്നെ എത്താൻ പറ്റിയിട്ടില്ല. ചില ആൾക്കാർ ഇപ്പോൾ ട്രെയിനിങ് നടക്കുന്നുണ്ട് അടുത്ത ബാച്ചായിട്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഭാവി ആശംസിക്കുന്നു. നന്നായി ചെയ്യുക, എന്നും പ്രാക്ടീസിന് വരിക, സാറ് പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക. എല്ലാവർക്കും വളർത്തത്. മൊത്തം പാസ്ഔട്ടിൽ എത്ര പേരുണ്ടായിരുന്നു? അതുകൊണ്ട് 314 പേര് പങ്കെടുത്ത പാസ്ഔട്ട്. നമ്മുടെ ക്യാമ്പിൽ നിന്ന് പോയവർ 20 പേര്. അതിലെ പരേഡ് കമാൻഡർ നമ്മുടെ ആൾ. അതെ, 314 ആൾ പങ്കെടുത്തതിൽ പരേഡ് കമാൻഡർ ആകാനും ബെസ്റ്റ് ഓൾറൗണ്ടർ ആകാനും നമ്മുടെ അഖിലിന് സാധിച്ചു. അതാണ് നമ്മുടെ ട്രെയിനിങ്ങിന്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടായാലും നിങ്ങൾ ചെയ്യാം. അപ്പോൾ അവിടെ എവിടെ പോയാലും നിങ്ങൾക്ക് പരാജയം ഉണ്ടാവില്ല. അതാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ ഇവരൊക്കെ കയറിയാൽ തന്നെ ഇവിടെ വരുന്നവരാരും തന്നെ ജോലി കിട്ടാതെ പോകും. ഇനിയിപ്പോൾ എല്ലാവർക്കും പോലീസിൽ PSC എഴുതി കയറാൻ പറ്റിയില്ലെങ്കിലും ഒരാൾക്ക് ആർമിയിൽ, ഒരാൾക്ക് റെയിൽവേയിൽ, ഒരാൾക്ക് ഫയർഫോഴ്സിൽ, അല്ലെങ്കിൽ CSF, BSF, CRP ഒരുപാട് ചാൻസ് ആണ്. അപ്പോൾ ഇതെല്ലാവരും ഉപയോഗിക്കുക. വരിക, വന്നാൽ ഒരു ജോലി കൊണ്ട് ഈ പേരാവൂരിൽ നിന്ന് മടങ്ങിപ്പോകാൻ പാടുള്ളൂ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.